ഇക്കുറി ചില റെക്കോർഡുകളെ കുറിച്ച് പറയാം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ നായകൻ രോഹിത് ശർമ്മയുടെ പുറത്താകലിനൊപ്പം ചില രസകരവും പ്രത്യേകവുമായ റെക്കോർഡുകളും കഴിഞ്ഞ ദിനം കുറിക്കപ്പെടുകയുണ്ടായി. രോഹിത് ശർമ്മയെ പുറത്താക്കിയതോടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ നായകനും ഓപ്പണറുമായ രോഹിത്തിന്റെ പുതിയ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കൻ സ്റ്റാർ പേസറായ കാഗിസോ റബാഡ. സെഞ്ചുറിയനിലെ സൂപ്പർ സ്പോർട്സ് പാർക്കിൽ നടക്കുന്ന ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ രോഹിത്തിനെ 2 അക്കം തികയ്ക്കും മുമ്പ് തന്നെ റബാഡ വീഴ്ത്തുകയായിരുന്നു. ഇതോടെ ഹിറ്റ്മാനെ റെഡ് ബോൾ ഫോർമാറ്റിൽ ഏറ്റവും അധികം തവണ പുറത്താക്കിയ ബോളർ എന്ന നേട്ടമാണ് റബാഡയെ തേടിയെത്തിയത്. ടെസ്റ്റിൽ ഇത് 13ാമത്തെ പ്രാവശ്യമാണ് സൗത്ത് ആഫ്രിക്കൻ പേസർ രോഹിത് ശർമ്മയെ പുറത്താക്കുന്നത്. 12 തവണ രോഹിത്തിനെ പുറത്താക്കിയ ന്യൂസിലാൻഡ് ഫാസ്റ്റ് ബോളർ ടിം സൗത്തിയായിരുന്നു നേരത്തെ തലപ്പത്തുണ്ടായിരുന്നത്. എന്നാൽ കിവി പേസറെ പിന്തള്ളിയ റബാഡ പുതിയ ചരിത്രം കുറിക്കുകയായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം രോഹിത് ശർമ്മയിൽ നിന്നും വലിയൊരു ഇന്നിംഗ്സ് ആണ് ആരാധകർ പ്രതീക്ഷിച്ചത്. പക്ഷേ അത് ഉണ്ടായില്ല എന്ന് മാത്രം. 14 പന്തിൽ ഒരു 4 അടക്കം 5 റൺസ് മാത്രം എടുത്ത് രോഹിത് ക്രീസ് വിടുകയായിരുന്നു. റബാഡയുടെ ഷോർട്ട് ബോളിനെതിരെ പുൾ ഷോട്ടിൽ ശ്രമിച്ച രോഹിത്തിനെ ഫൈൻ ലെഗിൽ നാന്ദ്രെ ബർഗർ സിമ്പിൾ ക്യാച്ചിലൂടെ പുറത്താക്കുകയായിരുന്നു. സാധാരണയായി നമുക്കറിയാം, ഇത്തരം ഷോർട്ട് ബോളുകൾ ലഭിച്ചാൽ രോഹിത് അനായാസം അത് പുൾ ഷോട്ടിലൂടെ സിക്സറിലേക്ക് പറത്താറുണ്ട്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചതുപോലെ പന്ത് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇതോടെ സിക്സർ ശ്രമം പുറത്താവലിൽ കലാശിക്കുകയായിരുന്നു. നമുക്കറിയാം, നാട്ടിലെ ഇത്തരം പിച്ചുകളിൽ ഇത്തരം പന്തുകൾ അനായാസം സിക്സറിലെത്തിക്കാനുള്ള രോഹിത്തിന്റെ കഴിവ് നമുക്കറിയാം. പുൾ ഷോട്ടിൽ ഏറ്റവും അഗ്രഗണ്യനാണ് രോഹിത് ശർമ്മ. പക്ഷേ വിദേശത്തെ ടെസ്റ്റുകളിൽ അദ്ദേഹത്തിന്റെ പ്രധാന വീക്ക്നെസ് ആയി കഴിഞ്ഞ കുറച്ചു കാലമായി പുൾ ഷോട്ട് മാറിയിരിക്കുന്നതായി കണക്കുകൾ പറയുന്നുണ്ട്. 2021 മുതൽ വിദേശത്ത് രോഹിത് കളിച്ച 20 ടെസ്റ്റ് ഇന്നിംഗ്സുകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 7ലും പുൾ ഓർ ഹുക്ക് ഷോട്ടുകൾക്ക് ശ്രമിച്ചുകൊണ്ടാണ് ഹിറ്റ്മാൻ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2021 ഓസ്ട്രേലിയക്കെതിരെ സിഡ്നിയിലും ഇതേ വർഷം ഇംഗ്ലണ്ടിനെതിരെ നോട്ടിംഗ്ഹാമിലും ഇംഗ്ലണ്ടിനെതിരെ തന്നെ ലോർഡ്സിലും ലീഡ്സിലും ഓവലിലും എല്ലാം പുൾ ഹുക്ക് ഷോട്ടുകൾ കളിച്ചാണ് രോഹിത് ശർമ്മ പുറത്തായിട്ടുള്ളത്. ഈ വർഷം ജൂലൈയിലെ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ പോർട്ട് ഓഫ് സ്പെയിനിൽ നടന്ന ടെസ്റ്റിലും ഇതേപോലെ പുൾ ഷോട്ടിൽ പരാജയപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മടക്കം. ഇപ്പോൾ സെഞ്ചുറിയനിലും തന്റെ പ്രിയപ്പെട്ട പുൾ ഷോട്ട് തന്നെയാണ് രോഹിത്തിനെ ചതിച്ചിരിക്കുന്നത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. സൗത്ത് ആഫ്രിക്കയുമായുള്ള ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഒറ്റയക്ക സ്കോറിന് പുറത്തായതോടെ രോഹിത്തിന്റെ ഒരു റെക്കോർഡ് കൂടിയാണ് ഇതോടെ അവസാനിച്ചിരിക്കുന്നത്. ഒരു സ്ട്രീക്കാണ് അവസാനിച്ചിരിക്കുന്നത്. ടെസ്റ്റിൽ തുടർച്ചയായി 30 ഇന്നിംഗ്സുകളിൽ 2 അക്ക സ്കോറുമായി കുതിക്കുകയായിരുന്നു ഹിറ്റ്മാൻ. ഈ കുതിപ്പിനാണ് സെഞ്ചുറിയനിൽ ഒറ്റയക്ക റൺസിൽ പുറത്തായതോടെ അവസാനമായിരിക്കുന്നത്. സൗദിക്കും റബാഡയ്ക്കും ശേഷം രോഹിത്തിനെ ഏറ്റവും കൂടുതൽ തവണ പുറത്താക്കിയവരിൽ 3ാം സ്ഥാനം ശ്രീലങ്കയുടെ വെറ്ററൻ സീം ബോളിംഗ് ഓൾറൗണ്ടർ ഏഞ്ചലോ മാത്യൂസ് ആണ്. അദ്ദേഹം 10 തവണ ഹിറ്റ്മാന്റെ വിക്കറ്റ് എടുത്തിട്ടുണ്ട്. 9 തവണ വിക്കറ്റ് പിഴുത ഓസ്ട്രേലിയയുടെ സ്റ്റാർ സ്പിന്നർ നഥാൻ ലിയോൺ 4ാം സ്ഥാനത്തും 8 തവണ അദ്ദേഹത്തെ പുറത്താക്കിയ ന്യൂസിലാൻഡിന്റെ ഇടങ്കയ്യൻ സൂപ്പർ പേസർ ട്രെന്റ് ബോൾട്ട് ഈ ഒരു ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ 5ാം ഓവറിലെ അവസാന പന്തിലാണ് ഇന്ത്യയെ സ്തബ്ധരാക്കിക്കൊണ്ട് ഹിറ്റ്മാൻ ക്രീസ് വിട്ടത്. അതേസമയം സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ടെസ്റ്റിൽ മോശം ബാറ്റിംഗ് റെക്കോർഡുള്ള രോഹിത് ഇത്തവണ അതിന് പ്രായശ്ചിത്തം ചെയ്യുമെന്ന് തന്നെയായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ തുടക്കം തന്നെ വിക്കറ്റ് നഷ്ടപ്പെടുത്തി അദ്ദേഹം ആ ഒരു തുടക്കം തന്നെ പാളിയിരിക്കുകയാണ്. ഇവിടെ ടെസ്റ്റിൽ മോശം റെക്കോർഡാണ് രോഹിത്തിനുള്ളത് എന്ന് ചരിത്രം പറയുന്നു. സൗത്ത് ആഫ്രിക്കയിൽ 9 ഇന്നിംഗ്സുകൾ കളിച്ച അദ്ദേഹത്തിന് ഒരു 50 പോലും നേടാനായിട്ടില്ല. 14.22 എന്ന മോശം ശരാശരിയിൽ 128 റൺസ് മാത്രമാണ് രോഹിത്തിന് ഇവിടെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. 47 ആണ് അദ്ദേഹത്തിന്റെ ഉയർന്ന സ്കോർ സൗത്ത് ആഫ്രിക്കയിൽ. അപ്പോൾ ഈ ഒരു റൺസ് ശാപം ഹിറ്റ്മാന് അടുത്ത ഇന്നിംഗ്സിൽ മാറ്റിവെച്ചുകൊണ്ട് ഹിറ്റ്മാൻ അടുത്ത ഇന്നിംഗ്സിൽ ഫോമിലേക്ക് എത്തും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ തകർന്നപ്പോൾ രക്ഷയായത് KL രാഹുലിന്റെ 70 റൺസ് ഇന്നിംഗ്സ് ആയിരുന്നു. സെഞ്ചുറിയിൽ നടന്ന ടെസ്റ്റിൽ ആദ്യ ദിനം മഴയെ തുടർന്ന് നേരത്തെ സ്റ്റംപ് എടുക്കുമ്പോൾ ഇന്ത്യ 8ന് 208 എന്ന നിലയിലായിരുന്നു. ഇന്ത്യയുടെ മുൻനിര താരങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് രാഹുലിന്റെ മനോഹരമായ ഇന്നിംഗ്സ് പിറന്നത്. 5 വിക്കറ്റ് നേടിയ കാഗിസോ റബാഡയാണ് ഇന്ത്യയെ തകർത്തത്. നാന്ദ്രെ ബർഗർക്ക് 2 വിക്കറ്റുമുണ്ട്. ആദ്യ സെഷനിൽ ഇന്ത്യക്ക് 3 വിക്കറ്റ് നഷ്ടമായിരുന്നു. 5ാം ഓവറിൽ തന്നെ രോഹിത് ശർമ്മയെ ഇന്ത്യക്ക് നഷ്ടപ്പെടുകയായിരുന്നു. റബാഡയെ ഹുക്ക് ചെയ്യാനുള്ള ശ്രമത്തിൽ ഫൈൻ ലെഗിൽ ബർഗർക്ക് ക്യാച്ച് നൽകിയാണ് രോഹിത് മടങ്ങിയത്. വൈകാതെ യശസ്വി ജയ്സ്വാളും 17 റൺസ് നേടി കൂടാരം കയറുന്നു. 3ാമനായി ക്രീസിലെത്തിയ ശുഭ്മാൻ ഗില്ലിന് 2 റൺസ് മാത്രമേ നേടാനായുള്ളൂ. ഇരുവരെയും ബർഗർ വിക്കറ്റ് കീപ്പർ കെയിൽ വെറൈനയുടെ കൈകളിലെത്തിക്കുകയായിരുന്നു. 4ാം വിക്കറ്റിൽ വിരാട് കോഹ്ലി 38, ശ്രേയസ് അയ്യർ 31 സഖ്യം 68 റൺസ് കൂട്ടിച്ചേർത്തു. ഇരുവരും ഇന്ത്യയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുമെന്ന് തോന്നിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ലഞ്ച് കഴിഞ്ഞുള്ള ആദ്യ ഓവറിൽ തന്നെ ശ്രേയസിനെ റബാഡ ക്ലീൻ ബോൾഡാക്കുന്നു. 3 ബൗണ്ടറിയും ഒരു 6ഉം ഉൾപ്പെടുന്നതായിരുന്നു ശ്രേയസിന്റെ ഇന്നിംഗ്സ്. പിന്നീട് വിരാട് കോഹ്ലിയെയും റബാഡ തന്നെ മടക്കുന്നു. 5 ബൗണ്ടറികൾ ഉൾപ്പെട്ടതായിരുന്നു വിരാട് കോഹ്ലിയുടെ ഇന്നിംഗ്സ്. രവിചന്ദ്ര അശ്വിനും 8 റൺസ് നേടി തിളങ്ങാനായില്ല. പിന്നീട് രാഹുൽ ഷർദുൽ താക്കൂർ സഖ്യം 43 റൺസ് കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ കൂട്ടുകെട്ട് ഉയരുമ്പോൾ ഷർദുലിനെ പുറത്താക്കിക്കൊണ്ട് റബാഡ 5 വിക്കറ്റ് നേട്ടം പൂർത്തിയാക്കുകയും ചെയ്തു. ജസ്പ്രീത് ബുംറയെ മാർക്കോ ജാൻസൺ ക്ലീൻ ബോൾഡാക്കുന്നു. ഇതിനിടെ രാഹുൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു. ഇതുവരെ 2 സിക്സറും 10 4ഉം ഉൾപ്പെടെയാണ് രാഹുലിന്റെ മനോഹരമായ രക്ഷകൻ ഇന്നിംഗ്സ്. അപ്പോൾ റബാഡയുടെ ദിനമായിരുന്നു കഴിഞ്ഞ ദിനം.
അദ്ദേഹം രോഹിത് ശർമ്മയെ ഏറ്റവും കൂടുതൽ തവണ പുറത്താക്കിയ താരമെന്ന ബോളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ദിനം.